കൂട്ടുകാരെ ഒരു 10 താറാമുട്ടയുടെ സ്റ്റ്യൂ ഉണ്ടാക്കാൻ പോവുക. കണ്ടോ കേട്ടോ. ഒരു വലിയ ക്യാരറ്റും ഒരു വലിയ ഉരുളക്കിഴങ്ങും ക്യൂബായിട്ട് കട്ട് ചെയ്ത് ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, കാഷ്നട്ട്, കിസ്മിസ്, 2 മീഡിയം സൈസ് സവോള, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു 4-5 എരിവിനനുസരിച്ച് പച്ചമുളക്, പിന്നെ ഒരു തേങ്ങയുടെ വെള്ളം കുറച്ചുള്ള ഇച്ചിരി കുറുകിയ പാലും വെള്ളം കൂട്ടിയുള്ള ഇച്ചിരി 2 പാലും. കടായിലേക്ക് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇതുങ്ങളേക്ക് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ കശുവണ്ടിയും മുന്തിരിയും ഇഞ്ചിയും പച്ചമുളകും ആ ഹോൾ സ്പൈസസും സവോളയൊക്കെ കൂടി ഒരുമിച്ച് കിടന്ന് വാടുമ്പോഴത്തേക്കും നല്ലൊരു മണം കേട്ടോ. ഈ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്കയുടെയൊക്കെ ഒരു മണം വരുമല്ലോ. നമ്മൾ സ്റ്റ്യൂ ഉണ്ടാക്കാൻ അധികമൊന്നും മൂക്കേണ്ടത്, ഇത്രയും മൂത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേനും ചേർക്കാം. നമ്മളത് ഇച്ചിരി നല്ല കുറുകിയ മുട്ടയുടെ സ്റ്റ്യൂ ആയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ ഒരു കുറച്ച് കാഷ്യൂ പേസ്റ്റ് ചേർക്കണേ. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവുള്ള കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. അത് വെച്ച് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നല്ല കുറുകി വരും. ഒരു 2 പാലാട്ടോ ഒഴിച്ചു കൊടുക്കണേ. 2 പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് തിള വരുമ്പോഴത്തേക്കും നമ്മൾ ആ മുട്ടയും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് ഇളക്കി ഇവരെല്ലാവരെയും നന്നായിട്ടങ്ങ് യോജിപ്പിക്കുക. അതിനുശേഷം തിളച്ച് നന്നായിട്ട് കുറുകി വരും കേട്ടോ. ആ സമയത്ത് ബാക്കിയുള്ള ആ 1 പാൽ കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കുക കേട്ടോ. ആ കാഷ്യൂ പേസ്റ്റ് ചേർത്തതിന് പേര് നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. മുട്ടക്കറി വെക്കുമ്പോഴേ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് കുറുകിയിരിക്കണം, അല്ലെങ്കിൽ കൊള്ളൂല്ല. നമ്മൾ സാധാരണ ചിക്കൻ സ്റ്റ്യൂവോ വെജിറ്റബിൾ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോഴല്ല. അപ്പോൾ നന്നായിട്ട് കുറുകിയതല്ലേ മുട്ടയിൽ പിടിച്ചിരിക്കുള്ളൂ. ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഒന്നുകൂടെ ഉപ്പ് ചെറിയിട്ട് കൊടുത്തു. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് കുറച്ച് പൊടിക്കൈകളും കൂടെ വേണം കേട്ടോ, കാണിച്ചു തരാവേ. അതിനുശേഷം ഏത് നമ്മൾ ഇടാനുള്ള കറിവേപ്പില ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിന് മുകളിലിടാനുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് തിരുമുക. തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള ഏത് കറിയായാലും പുറമെ ഇച്ചിരി ഇഞ്ചിയും നമ്മുടെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ കൈകൊണ്ട് ശരിക്ക് തിരുമ്മി ഇടാൻ നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ചെറിയ എമൗണ്ടായിട്ട് ഇഞ്ചി ചേർക്കുന്നില്ല, കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ. ഇത് ലാസ്റ്റ് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത്, ഒരു 1.5 സ്പൂൺ അളവിൽ നെയ്യ്, അതിനുശേഷം ഏലക്കയും പഞ്ചസാരയും കൂടെ കുറച്ച് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇങ്ങനെ ഒന്ന് തൂളി കൊടുക്കുക. നമ്മുടെ എഗ്ഗ് സ്റ്റ്യൂ റെഡിയാണ്. നല്ല തിക്കായിട്ടുള്ള എഗ്ഗ് സ്റ്റ്യൂ ആണ്. കാരണം മറ്റുള്ള എഗ്ഗ് സ്റ്റ്യൂ ഉണ്ടാകുമ്പോഴത്തേനും ഇതുപോലെ നന്നായിട്ട് തിക്കായിരിക്കണം. കാരണം മറ്റുള്ള സ്റ്റോക്കൊന്നുമില്ല, ചിക്കൻ്റെ ആയാലും മട്ടൻ്റെ സ്റ്റോക്കൊന്നുമില്ല, എഗ്ഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മുട്ട കുറുക്കിയത് ഗ്രേവിയൊക്കെ കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ശരി, അടുത്ത വീഡിയോ കാണാവേ. താങ്ക് യു.